നമസ്കാരം. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുർദിനങ്ങളിൽ ഒന്നായി ഇന്ന് രേഖപ്പെടുത്തപ്പെടും. കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ ദുർദിനത്തിന് നമുക്ക് പിണറായിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി വിജയനെ പോലൊരാളുടെ കീഴിൽ 10 വർഷം ഭരിച്ച പോലീസിനെ ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനുള്ള ശേഷിയുമില്ല. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പലതവണ നിരോധിക്കുകയും വിമർശിക്കുകയും ചെയ്ത നിയമവിരുദ്ധമായ ഹർത്താൽ ഇന്ന് കേരളം കണ്ടത് ഞെട്ടലോടെയാണ്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഹർത്താൽ നടത്തുമ്പോൾ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത് പതിവാണ്. അവരുടെ സംഘടിത ബോധം അതിന് കാരണമാകും. ഇന്ന് അപ്രതീക്ഷിതമായി നിതിൻ രാജിൻ്റെ മരണത്തിൻ്റെ പേരിൽ ചില സംഘടനകൾ ഇങ്ങനൊരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരമൊരു അക്രമം ആരും പ്രതീക്ഷിച്ചില്ല. കാരണം ആരാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല. ഇതൊരു വാട്സാപ്പ് ഹർത്താൽ മാത്രമാകും എന്നാണ് ആളുകൾ കരുതിയത്. എന്നാൽ ഇതിനു മുമ്പ് ഇങ്ങനെയൊരു വൃത്തികെട്ട ഹർത്താൽ നടന്നത് വാട്സാപ്പിലൂടെ ആഹ്വാനം നടത്തി SDPIയോ പോപ്പുലർ ഫ്രണ്ടോ ഒക്കെ നേതൃത്വം കൊടുത്ത ഹർത്താലായിരുന്നു. അതിനവർ ഇപ്പോഴും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് തുല്യമായ വൃത്തികേടുകളാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യർക്ക് വഴിയിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അക്രമികളായി അവർ അഹങ്കാരത്തോടുകൂടി റോഡിലിറങ്ങി അഴിഞ്ഞാടി. ഇതിലേറ്റവും ഭയപ്പെടുത്തുന്ന ദൃശ്യം തിരുവല്ലയിൽ സംഭവിച്ചതാണ്. ക്യാൻസർ രോഗി ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നു. അവൻ ക്യാൻസർ രോഗിയാണ്. ചികിത്സയുടെ കടലാസ് കാണിച്ചിട്ടും സാരമില്ല, മരിക്കട്ടെ എന്ന വൃത്തികെട്ട നിലപാടെടുക്കുകയാണ് ആ സംഘടനാ നേതാവ്. എന്ത് കാണിക്കണ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗി രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. രോഗം വന്നത് ചോദിക്കണോ? രോഗം വന്നത് ചോദിച്ചിട്ടാണോ നോട്ടീസ് അടിച്ചോടെ രോഗം തന്നെ? നിങ്ങൾ എന്റെ എനിക്ക് പോകാൻ പറ്റണ്ട. എന്റെ ശാരീരിക പ്രശ്നമുണ്ട്. എനിക്ക് ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിക്കല്ലേ ഹർത്താൽ? 6 മണിക്കല്ലേ ഹർത്താൽ പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം? അല്ല, എന്ത് നിർബന്ധം? ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ ഇത്ര തർക്കിച്ചോണ്ട് വിടില്ല, ബസ്സിൽ പിടിച്ചോണ്ട് വിടില്ല. ആരാണ് ഈ നേതാവെന്ന് അറിയില്ല. ആരാണെങ്കിലും അയാളെ അല്ല കുറ്റം പറയേണ്ടത്. അവിടെ കൂടി നിന്ന് കാഴ്ച കണ്ട എരണം കെട്ടവരെയാണ്. അപ്പോൾ തന്നെ അടിച്ചവൻ്റെ കരണം പൊട്ടിക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിന് ഇല്ലാതായതിനർത്ഥം നമ്മുടെ നാടിന് എന്തോ സംഭവിച്ചു എന്നാണ്. ക്യാൻസർ രോഗി ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത വിധത്തിൽ അവനെ വിടില്ല എന്ന് പറയുന്ന അഹങ്കാരവും ധാർഷ്ട്യവും കണ്ടു നിൽക്കാൻ എങ്ങനെയാണ് മനുഷ്യർക്ക് കഴിയുന്നത്? ഇതേ അഹങ്കാരം പലയിടങ്ങളിലും ഇക്കൂട്ടർ ആവർത്തിച്ചു. ഏതു സംഘടനയുടെ പ്രതിനിധികളാണ് ഇവരെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അക്രമം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ക്രിമിനൽ സംഘമാവാം. പക്ഷെ ഇവർ അഴിഞ്ഞാടിയതിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ പോലീസുകാരുണ്ടായിട്ടും കയ്യും കെട്ട് നിന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം. അതിനിടയിൽ തിരുവനന്തപുരത്ത് കണിയാപുരത്ത് ആവേശകരമായൊരു സംഭവമുണ്ടായി. തൻ്റെ ഇടമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആരാണ് അദ്ദേഹം എന്നറിയില്ല, തൻ്റെ ഇടത്തോടെ നട്ടല്ലോടെ ഇത്തരം വൃത്തികെട്ടവന്മാരെ പിടിച്ച് ജയിലിൽ അടച്ച് വാഹന ഗതാഗതം സുഗമമാക്കി കൊടുത്തു. വണ്ടി വിട്ടേ പറ്റത്തുള്ളൂ. അതെപ്പോഴൊരു കൊച്ചിനെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നീ കൊണ്ടുവിടാം, നീ കൊണ്ടുപോ. വണ്ടി വിടേ, വണ്ടി കേട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതല്ലേ നിയമം. നിങ്ങളെ ജനാധിപത്യ ഹർത്താൽ നടത്തി 1 മണിക്കൂർ വണ്ടി കളഞ്ഞു. നിങ്ങളുടെ അറസ്റ്റ് എന്ന് സഹകരിക്കണം, വണ്ടി വേണം, അത്രയുള്ള കാര്യം. മനസ്സിലായില്ലേ? ഇന്ന് എൻട്രൻസ് എക്സാം ഉണ്ട്, ആശുപത്രി ഉണ്ട്, എയർപോർട്ട് ഉണ്ട്. അവരെ
കേരളത്തിലെ മുഴുവൻ പോലീസുകാരും ചെയ്യേണ്ട പണിയാണ് ഈ പോലീസുകാരൻ ചെയ്തത്. ഇയാളെ അഭിനന്ദിക്കേണ്ടതുണ്ട്, ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടതുണ്ട്, ഇയാൾക്ക് പുരസ്കാരം കൊടുക്കേണ്ടതുണ്ട്. സ്വന്തം ഉത്തരവാദിത്വം ചെയ്യാനുള്ള തൻ്റെ ഇടമുണ്ടല്ലോ. നമുക്ക് പോലീസിനോട് ഇപ്പോഴും മതിപ്പ് തോന്നുന്നത് ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ഉള്ളതുകൊണ്ടാണ്. ഇവർ ഇവിടെയൊന്നും അവസാനിപ്പിച്ചില്ല. ഒരു ബൈക്കുകാരൻ്റെ നെഞ്ചിൽ കയറിയ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബൈക്കുകാരൻ പണിയെടുക്കുകയാണ് ജീവിക്കാൻ വേണ്ടി. പക്ഷെ മറ്റൊരു ബൈക്കിൽ വന്ന കാപാലികന്മാർ അയാളെ തടയുകയാണ്. ഈ പറഞ്ഞ സർക്കാരിന്റെ ഞങ്ങളും തരുന്നില്ല, നമുക്ക് ജീവിക്കണ്ടേ? നിങ്ങളെ അത്താൻ വെച്ചിട്ട് ഞങ്ങൾ പണി കൊടുക്കണം. നടന്ന് വണ്ടി വിടൂല. ഈ നടന്ന് പണിക്കോല്ലേ വണ്ടി വിടൂല. നിന്നോ എന്റെ സംസാരം ശരിയില്ലാത്തോണ്ടാണ് ഇങ്ങനെ പോകുന്നുണ്ട്. ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരോടും നടത്താനാണ് സഹകരിക്കണമെന്നേ പറഞ്ഞോളൂ. വലിയ ജലജലിച്ച് അതാണ്. മാന്നാറിൽ നിന്നും എൻ്റെ സുഹൃത്ത് അനിൽ എനിക്ക് അയച്ചു തന്നു. അയാളുടെ വർക്ക്ഷോപ്പ് അടയ്ക്കാൻ വേണ്ടി ബൈക്കിൽ തന്നെ എത്തി ബഹളം വയ്ക്കുന്ന കാപാലിക കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ. കട തുറക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അതുപോലെ ഞാനൊരു സാമ്പത്തിക പ്രതിസന്ധി ഞാൻ നിൽക്കുക. ഇല്ല പറ്റില്ല. എനിക്ക് അടയ്ക്കാൻ പറ്റില്ല. കാരണം ഞാൻ അതും നിങ്ങളെ അതിനേക്കാളും എക്സ്ക്യൂസ് എന്റെ സാമ്പത്തിക പ്രശ്നമാണ്. എനിക്ക് എന്റെ എക്സ്ക്യൂസ്. ഞാൻ നിങ്ങളെപ്പോലെ എന്റെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് കട അടച്ചിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പലിശ ലക്ഷങ്ങളുടെ പലിശ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. കിട്ടുന്നതിന്റെ അല്ല, നിങ്ങൾക്ക് പുച്ഛിച്ചിട്ട് പോകാൻ പറ്റും. എന്റെ ജീവിതമാണിത്, എന്റെ ജീവിതമാർഗ്ഗമാണ്. ഇവിടെ ഒരു മാടമോക്ഷം നാടകം അതേപോലെ നാളെ ഞാനും മരിക്കുന്നവനാ. അതുപോലെ ഞാനും അതേപോലെ കടക്കണി നിൽക്കും. കാരണം ഒരു നാടകം നടത്തിയിട്ട് തെണ്ടി കുത്തോളടിച്ച് നടക്കും. മാടമോക്ഷം നാടകം നടത്തിയിട്ട് ഒരാൾ സഹായിക്കാൻ എനിക്കില്ലായിരുന്നു. എനിക്കറിയാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരു ദിവസത്തെ വാടക ആദ്യം കൊടുക്കും. അത് പറ്റില്ല. എനിക്ക് എന്റെ അല്ല എന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസത്തെ വാടക എന്റെ പോകും. കാരണം എനിക്ക് അതിനേക്കാൾ ലക്ഷങ്ങൾ. നിങ്ങളുടെ ഒരു സംഭവമാണ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങൾ മാത്രമാണ്. ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്ന പല ദുരനുഭവങ്ങളും ഈ നാട്ടിൽ സകലർക്കുമുണ്ടായി. ഒരു ദിവസം പഴവും പച്ചക്കറിയും റൊട്ടിയും മീനും ഒക്കെ വിറ്റ് കുടുംബം നടത്തുന്ന സാധാരണ മനുഷ്യരുടെ ദുരവസ്ഥയാണിത്. അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോകും. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, ദളിത് സംഘടനകൾ ഹർത്താൽ നടത്തിയത് കൊണ്ടാണോ ഇത്ര ചൊറിച്ചിലെന്ന്? ഒരിക്കലുമല്ല. ആര് ഹർത്താൽ നടത്തിയാലും, ആര് മനുഷ്യന്റെ മൗലികാവകാശം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും എതിർക്കുക തന്നെ ചെയ്യും. എളമരം കരീമിനെ പോലെ മനുഷ്യപക്ഷത്തൊരിക്കലും നിൽക്കാത്ത ഒരുത്തൻ അധികാരത്തിൻ്റെ ഹുങ്കിൽ ഇത്തരം വൃത്തികേടുകൾ കഴിഞ്ഞു കുറേ കാലമായി കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെ, ഭരണകൂടം അതിനെ പിന്തുണയ്ക്കുന്നതിനെ നഖശിഖാന്തം എതിർക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതേ തോതും വ്യാപ്തിയുമുള്ള ഭീകരതയാണിത്. ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ്. സർക്കാരിൻ്റെ നയത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഹർത്താൽ നടത്തുന്നത് നിയമവിരുദ്ധമല്ലെങ്കിൽ നടത്തുകയുമാവാം. എന്നാൽ ഒരുത്തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത്, ഒരുത്തിന് ജീവിക്കാനുള്ള അവകാശം തടയുന്നത്, ഒരാളെ ആശുപത്രിയിൽ വിടാതിരിക്കുന്നത്, ഒരാളുടെ കട അടച്ചു പൊട്ടിക്കുന്നത്, ഇതൊക്കെ അങ്ങേയറ്റം ഹീനമായ മൗലികാവകാശ ലംഘനമാണ്. ക്രമസമാധാനം തകർന്ന ഒരു നാടിൻ്റെ മാത്രം ലക്ഷണമാണ്. ഇങ്ങനെയൊരു നാട്ടിലേക്ക് ഒരാളും ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരില്ല. ഒരു ടൂറിസ്റ്റും ഇവിടേക്ക് വരില്ല. ഏതക്രമിക്കും അഴിഞ്ഞാടാൻ കഴിയുന്ന വിധത്തിൽ കേരളം ഇങ്ങനെ ആയിപ്പോയാൽ നാടിൻ്റെ ഗതി എന്താവും? ഇനി ഈ ഹർത്താൽ കൊണ്ട് നിതിൻ രാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജീവൻ തിരിച്ചു കിട്ടുമോ? അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ ശിക്ഷിക്കുന്നതിൻ്റെ അളവിൽ വ്യത്യാസം വരുമോ? 1 രൂപയുടെ പ്രയോജനം ആ നിതിൻ രാജിൻ്റെ കുടുംബത്തിനോ ഈ സമൂഹത്തിനോ ഇല്ലാതിരിക്കവേ ഇങ്ങനെ കുറെ അക്രമികൾ അഴിഞ്ഞാടി മറ്റുള്ളവരുടെ ജീവൻ തടസ്സപ്പെടുത്തിയതും അവരുടെ ജീവനോപാധി തടഞ്ഞതും ആ നിതിൻ രാജിനോട് കാട്ടിയ ഏറ്റവും വലിയ നെറികേടും വൃത്തികേടുമാണ്. നിതിൻ രാജ് മരിച്ചതിന് പ്രധാന ഉത്തരവാദികൾ ലോൺ ആപ്പുകാരാണ്. ഈ ലോൺ ആപ്പുകാർ അറസ്റ്റിലായി, അവർ ജയിലിലുമാണ്. നിതിൻ രാജിനോട് മര്യാദ കെട്ടാണ് കോളേജ് 2 അധ്യാപകർ പെരുമാറിയത് എന്ന് പറയുന്നു. അതിൽ ഒരാൾ ഇപ്പോഴും ഒളിവിലാണ്, അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. മറ്റേയാളെക്കുറിച്ച് നിതിൻ രാജിൻ്റെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പോലും പരാതിയില്ല. നിതിൻ രാജിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടെന്നത് മാത്രമാണ് വനിതാ അധ്യാപികയ്ക്കെതിരെയുള്ള പരാതി. അതിന് കാരണമുണ്ട്, വനിതാ അധ്യാപികയുടെ ഫോണിലേക്ക് നിരന്തരമായി ലോൺ ആപ്പുകാർ വിളിച്ചുകൊണ്ടിരുന്നു. നിതിൻ രാജ് അവരുടെ നമ്പർ കൊടുത്തു എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെയല്ല. പക്ഷെ അവർ ജാതി പറഞ്ഞതായി വിദ്യാർത്ഥികൾ പോലും പറയുന്നില്ല. റാം ജാതി വിളിച്ചു പറഞ്ഞു എന്നാണ് ആക്ഷേപം. പക്ഷെ റാം തന്നെ ഒരു പട്ടികജാതിക്കാരനാണെന്ന് ഓർക്കണം. അപ്പോൾ പിന്നെ പട്ടികജാതിക്കാരനെ റാം വേറൊരാളെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പക്ഷെ റാം മോശമായി പെരുമാറി എന്നത് സത്യമാണ്. അയാളുടെ മേൽ കേസെടുത്തിട്ടുണ്ട്.
അയാൾ മുങ്ങിയിരിക്കുന്നു. അതിന് സർക്കാർ എന്ത് പിഴച്ചു, പോലീസ് എന്ത് പിഴച്ചു, നാട് എന്ത് പിഴച്ചു? ഈ ഹർത്താൽ വഴി നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയും? ഇത് നിതിൻ രാജിനുള്ള ജനപിന്തുണ ഇല്ലാതാക്കാനുള്ള ഒരു പറ്റം ഗുണ്ടകളുടെ, ക്രിമിനൽ സംഘങ്ങളുടെ ഭീകരമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ ഹർത്താലിൽ അക്രമം നടത്തിയ, ജനങ്ങളെ തടഞ്ഞ സകലരെയും തൂത്തുപിടിച്ച് ജയിലിലടക്കണം. ഇനി ഒരുത്തനും ഇതിന് ധൈര്യം കാണിക്കരുത്. ഇവിടെ കോടതി ഇടപെടേണ്ട സമയം വൈകിയിരിക്കുന്നു. ഇവിടുത്തെ പോലീസിനും സർക്കാരിനും നട്ടിലില്ല. ബഹുമാനപ്പെട്ട കോടതി നേരിട്ടിടപെട്ടെ ഇത്തരക്കാരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് സകലതിനെയും തൂത്തുവാരി ജയിലിലടയ്ക്കാനും ജാമ്യം നിഷേധിച്ച് അഴിക്കുള്ളിലാക്കാനും അടിയന്തരമായ നടപടി ആരംഭിക്കണം. പ്രശസ്ത ഫോട്ടോഗ്രാഫറായ സക്കറിയ പൊൻകുന്നം മനം നൊന്ത് എനിക്കയച്ച ഒരു ഓഡിയോ സന്ദേശം കൂടി കേൾക്കുക. അതിഭീകരവും ദയനീയവുമാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു ജനതയെ ആർക്ക് വേണേലും അഴിഞ്ഞാടാൻ വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു നാട് വേറെ ആരും കാണുകയില്ല. കഷ്ടമുണ്ട്. എനിക്കിവിടുത്തെ ആഭ്യന്തര വകുപ്പിനോടും അത് ഭരിക്കുന്നയാളോടും ഇവിടുത്തെ ഹൈക്കോടതിയോടും സത്യം പറഞ്ഞ വെറുപ്പ് തോന്നുകയാണ്. വെറുപ്പ്. ഭരിക്കുന്നവന് പിന്നെ അവന് എന്ത് തോന്നിയ അവസരം കാണിക്കാം. കോടതി എങ്ങനെയാകാവും? ഇന്ന് ഹർത്താൽ നടത്തുന്നത് 10 ദിവസം മുമ്പ് പറഞ്ഞതാണെങ്കിൽ അതിനെ ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുക്കേണ്ടതാണ്. ഹർത്താൽ നടത്തിക്കൂ, ആർക്കും വിരോധമില്ല. ഹർത്താലും സമരമൊക്കെ നടത്താൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ഒരുത്തർക്കും അവകാശമില്ല, ഒരു സംഘടനയ്ക്കും അവകാശമില്ല. ആ കാര്യം ഹൈക്കോടതി വ്യക്തമാക്കണമായിരുന്നു. അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കാൻ, വാഹനങ്ങൾ തടയാൻ ഒരു കാരണവശാലും അനുവദിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യുന്നവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ശിക്ഷിക്കുമെന്നുള്ള കാര്യം ഒരു വിചാരണയും വേണ്ട. അതിന് കാലതാമസമൊന്നും ഉണ്ടാകരുത്. അല്ലാണ്ട് ഈ നാട് നന്നാവത്തില്ല. ഹൈക്കോടതി ചെയ്യണമായിരുന്നു. ഇതിന്റെ പ്രശ്നം അറിയോ? ഈ ഉന്നതന്മാർക്ക് അവരുടെ ജീവിതത്തെ ഇതൊന്നും ബാധിക്കുന്നില്ലെന്നുള്ളതാണ്. ഉന്നതന്മാരുടെ എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജിമാരുടെയും ഈ മന്ത്രിമാരുടെയും ഒന്നും ജീവിതത്തെ ഇത് ബാധിക്കുന്നേ ഇല്ല. ഒന്ന് ആലോചിക്കണോ, ക്യാൻസർ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ള പേപ്പർ കാണിച്ചിട്ട് അവനെ വിടുന്നില്ലെന്ന് പറഞ്ഞാല് അതെന്തൊരു ക്രൂരതയത്. അങ്ങനെ എത്രയോ പേര്. അപ്പൊ നമ്മുടെ എല്ലാം വീട്ടിൽ നമ്മളിപ്പോ ആംബുലൻസ് വാങ്ങിക്കേണ്ട ഗതികേടി വന്നിരിക്കുകയല്ലേ. ഓരോ വീട്ടിൽ ഓരോ ആംബുലൻസ് വേണം. ഇതേ കയറി പോവുകയാണെങ്കിൽ ഒരു തടയല്ല. ആ അവസ്ഥയെ കേരളം എത്തിയിരിക്കുന്നു. എന്തൊരു ക്രൂരതയായി കാണിക്കുന്നത്. ഹർത്താൽ നടത്തിക്കോട്ടെ, അതിനോട് അനുകൂലപ്പെടുന്നവർ അവിടെ വീട്ടിലിരുന്നോട്ടെ, അല്ലെങ്കിൽ ജോലിക്ക് പോകണ്ട. വഴിയിലിറങ്ങി PWD റോഡിലിറങ്ങി ആ റോഡേ പോകുന്ന നമ്മളെ വാഹനത്തെ തടയാൻ ഇവർക്ക് എന്ത് അവകാശം? അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ, കോടതി ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ്. ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹൈക്കോടതി ജഡ്ജിമാര് കുറച്ചുകൂടി മനുഷ്യരോട്, ഈ കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാകണം. ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ച് ഇതുപോലെ മനുഷ്യനെ വഴിയിലിട്ടുകൊണ്ട് വട്ടുകളിപ്പിക്കുന്നത് എവിടെ നിന്നെല്ലാം വരുന്നു? മനുഷ്യർ എന്തെല്ലാം ആവശ്യങ്ങളാണ്. ഇവൻ 10 ദിവസം മുമ്പ് ഹർത്താൽ പ്രഖ്യാപിച്ചു പറഞ്ഞത് നമ്മുടെ ആവശ്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? എനിക്കിന്ന് പാസ്പോർട്ട് വെക്കാൻ ഇന്നാണ് ഡേറ്റ് കിട്ടിയത്. അത് നമ്മൾ നേരിട്ട് ചെന്നാൽ പറ്റുമോ? അക്ഷയ ചെന്ന് ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് പൈസ അടച്ച് അവർ ഡേറ്റ് തരുമ്പോൾ, സമയം തരുമ്പോൾ നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലാം. ഇന്ന് രാവിലെ 10:45 സമയം തന്നു. പോകാൻ പറ്റുമോ? മുടങ്ങി. ഇനിയിപ്പോൾ അതിന് വേറൊരു ഡേറ്റ് വീണ്ടും അക്ഷയയിൽ പോയി എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ മനുഷ്യൻ കടന്നു പോകുന്നേ. അപ്പൊ ഇതിനെയൊക്കെ തടയാൻ ഇവിടെ നിയമങ്ങൾ നിയമം ഇല്ലെങ്കിൽ ഉണ്ടാക്കണമെന്നേ. നിയമം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഇതിപ്പോ ഹർത്താൽ എന്ന് പറഞ്ഞിട്ട് ബന്ദ് ഇവിടെ നിരോധിച്ചിരിക്കുന്നതാണ്. ഇത് യഥാർത്ഥമായിട്ട് ബന്ദ് എന്ന് പറയുന്നതല്ലേ നടത്തിയിരിക്കുന്നത്. ഇപ്പം മനഃപൂർവ്വമായിട്ട് കടകൾ അടപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, വഴി പോകുന്നതിനെല്ലാം തടഞ്ഞു നിർത്തി താക്കോൽ ഊരിയെടുത്തുക വണ്ടിയുടെയൊക്കെ. ഇതിനൊക്കെ അധികാരം ഇവർക്ക് ആർക്ക് കൊടുത്തു? അപ്പൊ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഹൈക്കോടതി ഇത് സ്വമേധയാ കേസെടുത്ത് ഈ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ഹൈക്കോടതി ഓർഡർ ഇടണമായിരുന്നു. ഹർത്താൽ ആർക്കും നടത്താം. പക്ഷേ മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നടത്തുന്നവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും ഇതിനാഹ്വാനിച്ച നേതാക്കളെ അകത്തിടുമെന്നും അവർക്ക് ജീവപര്യന്തം ശിക്ഷിക്കുമെന്നുള്ള കാര്യം ഹൈക്കോടതി പറയണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് റോഡിൽ കിടന്ന് ഇതുപോലെ അഴിഞ്ഞാടുന്നത്. അത് ഇനി മുന്നോട്ടാണെങ്കിലും ഇനി വരാൻ പോകുന്നത് ഇതിന്റെ ബാക്കിയായിരിക്കും. അപ്പോൾ എന്നും ഇങ്ങനെ ഓരോ സംഘടന ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചു വെച്ചിട്ട് ഞെളിഞ്ഞിറങ്ങി റോഡിൽ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ മലയാളി എന്ത് ചെയ്യണം? ഇതിനാര് മറുപടി തരും? പോലീസാണെങ്കിൽ വെറും വാഴയ്ക്ക പോലെ നിൽക്കുകയാണ്. എല്ലാം കണ്ടും കേട്ടും ചുമ്മാ നിൽക്കുക. പോലീസ് ആരെയോ ഭയപ്പെടുന്നു. അതാരെയോ ഭയപ്പെടുന്നത്? പോലീസ് വഴിയുടെ അടിച്ചോടിക്കണ്ടേ?